പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഗ്രാമം. സൂര്യൻ ഉദിക്കുന്നു, ഗ്രാമം ചൂടുള്ള സ്വർണ്ണ വെളിച്ചത്തിൽ കുളിക്കുന്നു. പക്ഷികൾ കരയുന്നു, ഗ്രാമം മെല്ലെ ഉണരുന്നു. ഗ്രാമവാസികൾ അവരുടെ പ്രഭാത ദിനചര്യകളിൽ ഏർപ്പെടുന്നു. കുട്ടികൾ കളിക്കുന്നു, ഒരു മരത്തിന്റെ ചുവട്ടിൽ ധ്യാനിക്കുന്ന മുതിർന്നവർ, പകലിൻ തയ്യാറെടുക്കുന്ന കർഷകർ, സമാധാനത്തിൽ അലയുന്ന മൃഗങ്ങൾ. ഗ്രാമത്തിന്റെ ഹൃദയം. മരത്തിന്റെ ചുവട്ടിൽ ഗ്രാമവാസികൾ അവരുടെ ദൈനംദിന പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനും വേണ്ടി ഒത്തുകൂടും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഉരുവിട്ടുകൊണ്ട് ജ്ഞാനിയായ ഒരു മൂപ്പൻ സദസ്സിനെ നയിക്കുന്നു. സാർവത്രിക സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള അവരുടെ കൂട്ടാഭിലാഷത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഗ്രാമവാസികൾ അവരുടെ കണ്ണുകൾ അടച്ച് മന്ത്രോച്ചാരണത്തിൽ പങ്കുചേരും. അവരുടെ ശാന്തമായ മുഖങ്ങൾ. ഗ്രാമവാസികൾ മന്ത്രിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ഊർജം ഗ്രാമത്തിലൂടെ വഹിച്ചുകൊണ്ട് ഒരു ഇളം കാറ്റ് വീശാൻ തുടങ്ങുന്നു. കാറ്റ് വിവിധ ജീവജാലങ്ങളെ സ്പർശിക്കുന്നു. നദിക്കരയിൽ ഇരിക്കുന്ന ചിറകൊടിഞ്ഞ ഒരു ചെറിയ പക്ഷി. കാറ്റ് പക്ഷിയെ സ്പർശിക്കുമ്പോൾ അത് പെട്ടെന്ന് വീണ്ടും പറക്കാനുള്ള ശക്തി പ്രാപിക്കുന്നു. അവരുടെ കൂട്ടായ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി ഗ്രാമവാസികൾ ശ്രദ്ധിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നുള്ള ഒരു കൊടുങ്കാറ്റ് ഗ്രാമത്തെ സമീപിക്കുന്നു. ഇത് ഗ്രാമീണരെ ദുരിതത്തിലാക്കി. മരങ്ങൾ അക്രമാസക്തമായി ആടുന്നു, മൃഗങ്ങൾ അഭയം തേടി ഓടുന്നു. ഗ്രാമവാസികൾ ഭയന്നു വിറച്ചെങ്കിലും വീണ്ടും പുരാതനമായ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. തങ്ങൾക്കു വേണ്ടി മാത്രമല്ല, കൊടുങ്കാറ്റ് ബാധിച്ച എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി അവർ ഈ സമയം അടിയന്തര ബോധത്തോടെയും ആഴമായ അനുകമ്പയോടെയും തങ്ങളുടെ ജപം പുനരാരംഭിക്കുന്നു. കൊടുങ്കാറ്റ് ശമിക്കുന്നു. ഗ്രാമവാസികൾ പ്രാർത്ഥന തുടരുമ്പോൾ കൊടുങ്കാറ്റ് പതുക്കെ ശമിക്കാൻ തുടങ്ങുന്നു. മേഘങ്ങൾ പിരിഞ്ഞു, സൂര്യൻ ഉദിച്ചു, ഗ്രാമത്തിൽ ഒരു മഴവില്ല് എറിയുന്നു. ചുഴലിക്കാറ്റിനെ തുടർന്ന് ഗ്രാമം തകർന്നത് പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഗ്രാമം ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ സജീവമാണ്. ഒരിക്കൽ പരിക്കേറ്റ പക്ഷി പുരാതന വൃക്ഷത്തിൽ ഒരു കൂട് പണിയുന്നത് കാണാം. ഗ്രാമവാസികൾ പരസ്പരവും പ്രകൃതിയുമായും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മൃഗങ്ങൾ ഗ്രാമവാസികളുമായി സമാധാനപരമായി സഹവസിക്കുന്നതായി കാണിക്കുന്നു. അത് സ്ഥാപിക്കപ്പെട്ട ഐക്യത്തെ ചിത്രീകരിക്കുന്നു. ജ്ഞാനിയായ മൂപ്പൻ ഗ്രാമവാസികളെ ഒരിക്കൽ കൂടി കൂട്ടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന അന്തിമ മന്ത്രത്തിൽ അവരെ നയിക്കുന്നു. ഈ സമയം മന്ത്രം നന്ദിയും ആഴത്തിലുള്ള സംതൃപ്തിയും നിറഞ്ഞതാണ്. പ്രാർത്ഥന അതിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. നമുക്ക് ഗ്രാമം ദൂരെ നിന്ന് നോക്കാം. നേരത്തെ പ്രാർത്ഥന നടത്തിയ കാറ്റ് ഗ്രാമത്തിന് പുറത്തേക്ക് വ്യാപിക്കുകയും അയൽ പ്രദേശങ്ങളിലേക്ക് ഒഴുകുകയും ലോകത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. കൂടുതൽ ജീവിതങ്ങളെ സ്പർശിക്കുകയും സമാധാനം പകരുകയും ചെയ്യുന്നു. വ്യത്യസ്ത പ്രദേശങ്ങൾ, കാടുകൾ, നഗരങ്ങൾ, പർവ്വതങ്ങൾ നോക്കൂ. സൂര്യാസ്തമയ സമയത്ത് നമുക്ക് ഗ്രാമം കാണാം. പുരാതന വൃക്ഷത്തിന് ചുറ്റും എല്ലാവരും ഒത്തുകൂടി അവരുടെ ഹൃദയം സ്നേഹവും അനുകമ്പയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ലോകങ്ങളിലുമുള്ള എല്ലാ ജീവജാലങ്ങളും സന്തുഷ്ടരും സ്വതന്ത്രരും ആയിരിക്കട്ടെ.